നമസ്കാരം. NH-66 ചട്ടഞ്ചാൽ മുതൽ പൊയിനാച്ചി വരെയുള്ള ഭാഗങ്ങളിലെ ഏറ്റവും പുതിയ സ്ഥിതിയും അതുപോലെ തന്നെ 3 വർഷം മുമ്പുള്ള റോഡിൻ്റെ അവസ്ഥയും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൊയിനാച്ചി മുതൽ പെരിയ വരെയായിരുന്നു എടുത്തത്. ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചട്ടഞ്ചാൽ പൊയിനാച്ചി ഭാഗങ്ങളുടെ റോഡിൻ്റെ അവസ്ഥയും പഴയ സ്ഥിതിയും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പരവനടുക്കം റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചട്ടഞ്ചാലിൽ നിന്ന് മുകളിലെ വീഡിയോ പിന്നെ ഇതാണ്. പരവനടുക്കം ഭാഗത്ത് നിന്ന് വന്നിട്ട് നമ്മളിപ്പോൾ പൊയിനാച്ചി ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ് മുകളിലത്തെ വീഡിയോ കാണുന്നത്. ഇപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് പിന്നെ സർവീസ് റോഡിലൂടെ ബൈപ്പാസ് ചെയ്തിട്ടാണ് റോഡെല്ലാം പോകുന്നത്. തൊട്ട് താഴെ കാണുന്ന വീഡിയോ പഴയ വീഡിയോ 3 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അത് ഇപ്പോൾ ഇവിടെ ചട്ടഞ്ചാൽ ഭാഗത്തിലെ ആ ഒരു പള്ളി അത് പൊളിച്ചിട്ട് നീക്കിയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം പഴയ വീഡിയോയിൽ. അപ്പോൾ ഇതിപ്പോൾ സർവീസ് റോഡിലൂടെ മുകളിലൂടെ ചട്ടഞ്ചാൽ ഭാഗത്തേക്ക് പോകുന്ന റോഡും പഴയ ചട്ടഞ്ചാലിലുള്ള അവസ്ഥയാണ് താഴെ കാണുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ടൊന്ന് പോയി നോക്കാം. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ അണ്ടർപാസ്സാണ്. ചട്ടഞ്ചാലിൽ അണ്ടർപാസ് 30 മീറ്റർ നീളമുള്ള ഒരു വലിയ അണ്ടർപാസ്സാണ്. എന്ന വിശാലമായ സൗകര്യമുള്ളൊരു അണ്ടർപാസ്സാണ്. ബാക്കിയുള്ള പെരിയയിൽ വേറിട്ടെടുക്കവും 15 മീറ്റർ മാത്രമേ അണ്ടർപാസിന് നീളമുള്ളൂ. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പഴയ വീഡിയോയിൽ പഴയ ചട്ടഞ്ചാൽ ജംഗ്ഷനാണ്. നമുക്ക് പഴയ ചട്ടഞ്ചാൽ ജംഗ്ഷൻ നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാം വീഡിയോ. മുകളിലോട്ട് പോയി മറ്റേ പുതിയ വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പുതിയ വീഡിയോയിൽ കാണാം മുകളിലുള്ള അണ്ടർപാസിൻ്റെ അടിയിലൂടെ ഉള്ള വ്യൂ ഒക്കെ കാണാം. നമുക്ക് അപ്പുറത്ത് ഇത് തൊട്ട് പടിഞ്ഞാറ് ഭാഗമുള്ള കലനാട് റോഡിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് മുകളിലുള്ളത്. അങ്ങനെ 2 ഭാഗവും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നു. അവിടുത്തെ വികസനം ഇപ്പോൾ നടന്നുകൊണ്ട് കാണാം. ഏകദേശം മഴ കാരണം വർക്കൊക്കെ സ്ലോ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഒരു 1-2 മാസം ചിലപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മുകളിലൂടെയുള്ള യാത്ര നമുക്ക് അനുവദിക്കുമായിരിക്കും. നമ്മൾ ഈ റോഡിൻ്റെ പ്രവർത്തനമെല്ലാം കാണുമ്പോൾ തോന്നുന്നത് എപ്പോഴും നമുക്ക് ആദ്യം സർവീസ് റോഡിൻ്റെ പണിയെല്ലാം പൂർത്തിയായി ഡ്രെയിനേജും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് റോഡ് സുഗമമാക്കിയതിന് ശേഷം മാത്രം മെയിൻ റോഡ് വർക്ക് ചെയ്താൽ പോരെ എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം നമുക്ക് എപ്പോഴും ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ റോഡിൻ്റെ പണി സർവീസ് റോഡിലും കലുങ്ക് നിർമ്മാണം എല്ലാം നടക്കുന്നത് കാണാം. അത് ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചട്ടഞ്ചാല് പെരിയട്ടടുക്കം അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പെരിയ പുല്ലൂർ പാലം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടഞ്ചാല് മുതൽ മാവുങ്കാല് വരെയുള്ള റോഡ് 6 വരി ഏകദേശം ക്ലിയർ ആവുമെന്നാണ് തോന്നുന്നത്. അത് അടുത്ത് തന്നെ പൂർത്തിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ചട്ടഞ്ചാലിൽ അണ്ടർപാസിൻ്റെ കഴിഞ്ഞു. സർവീസ് റോഡ് ഇപ്പോൾ ഇവിടെ കഴിയാറായി പുതിയ റോഡിൽ. അതിപ്പോൾ നമ്മൾ വീണ്ടും പുതിയ 6 വരി പാതയിലേക്ക് മുകളിൽ പ്രവേശിക്കുന്നത് കാണാം. അതുപോലെ താഴെയുള്ള പഴയ റോഡിൻ്റെ ഭാഗം കാണാം. അതിപ്പോൾ പൊയിനാച്ചി ഭാഗത്തേക്ക് എടുത്തിട്ടുള്ളത് ഫ്രീസാക്കി വെച്ചിട്ടാണ് ഞാൻ മുകളിലെ വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ ഈ 6 വരി കംപ്ലീറ്റ് ഏകദേശം 70% കംപ്ലീറ്റ് ആയ 6 വരി പാതയുടെ ഭാഗങ്ങളാണ് മുകളിലെ വീഡിയോയിൽ കാണുന്നത്. ചട്ടഞ്ചാലിൽ നിന്ന് പൊയിനാച്ചിക്ക് പോകുന്ന ഭാഗത്തുള്ള റോഡാണിത്. ഇപ്പോൾ പൊയിനാച്ചി പോകുന്ന ഭാഗത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ പൊയിനാച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത അടുത്തുനിന്നുള്ള പഴയ വീഡിയോ ഫ്രീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. പുതിയത് മുകളിൽ ചട്ടഞ്ചാലിൽ നിന്ന് വരുന്ന ആ വീഡിയോയിൽ ഇപ്പോൾ ഏകദേശം പണി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണി അതുപോലെ തന്നെ ക്രാഷ് ബാരിയർ പെയിൻ്റ് അടിച്ച് ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ട്രാക്ക് വരയ്ക്കുക അങ്ങനത്തെയുള്ള വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ പൊയിനാച്ചി അടിയിലെ ഭാഗം പഴയ പൊയിനാച്ചി കാണാം. പഴയ പൊയിനാച്ചിക്ക് പോകുന്ന ഭാഗമാണ് അടിയിൽ പഴയ വീഡിയോയിൽ കാണുന്നത്. പുതിയ വീഡിയോയിൽ പുതിയ പൊയിനാച്ചിയിലെ ഓവർപാസും കാര്യങ്ങളും കാണാം. അപ്പോൾ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ചട്ടഞ്ചാൽ പൊയിനാച്ചി ഭാഗങ്ങളിലെ റോഡിൻ്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് പറയുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.